എല്ലാവർക്കും അനുജ ബിജോയ് വ്ലോഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇനിയുള്ള യാത്രകളിൽ നിങ്ങൾക്ക് കൂടെ കൂടാനാവും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരുവിധം അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ ശരിക്കും യൂസ്ഫുൾ ആവുക. അപ്പോൾ അവർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പ്രഗ്നൻസി സ്റ്റേജിൽ നമുക്ക് തുടക്കം മുതൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇരിക്കാനും അതേപോലെ തന്നെ കിടക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിക്ക് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ളൊരു പില്ലോ ആണിത്. ഇത് യു ഷേപ്പ് പില്ലോ ആണ്. അതേപോലെ തന്നെ സി ഷേപ്പ് പില്ലോസും കിട്ടും. അപ്പോൾ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു യു ഷേപ്പ് പില്ലോസാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ ഇതായിരിക്കും ഇതിനുണ്ടാവുക. അപ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതേപോലെ തന്നെ നമുക്കൊരു ഇത്രയും വീതിയായിട്ട് അതിന് കിട്ടുന്നുമുണ്ട്. നമുക്കിതിൽ കിടക്കുകയാണെങ്കിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് കിടക്കാനും പറ്റും. ബാക്ക് പെയിന് അതേപോലെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ഒരു ബോഡി ഷേപ്പിനനുസരിച്ചിട്ടാണ് അതിൻ്റെ കേർവ്സൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിടക്കാനും ഒക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ ഉള്ളിലുള്ളത് മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. അത് സെപ്പറേറ്റ് നമുക്ക് സിബ് ഊരിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സംവിധാനമൊക്കെ അങ്ങനെയും ഉണ്ട്. വൈറ്റ് ഇതിലാണ് അതിൻ്റെ കോട്ടൺസ് വന്നിട്ടുള്ളത്. നമുക്ക് പല കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ പുറമെ ഇപ്പോൾ ആഷ് കളറുള്ള വരുന്നത് പല കളേഴ്സിലും അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ പ്രഗ്നൻസിയിൽ മാത്രമല്ല അത് യൂസ് ചെയ്യാൻ പറ്റുക. ആഫ്റ്റർ പ്രഗ്നൻസി നമുക്ക് ബേബീനെ സിറ്റിംഗ് ടൈമിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും, ഫീഡിങ് ടൈമിലൊക്കെ. അപ്പോൾ അങ്ങനെയും നമുക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക എന്ന് പറയുന്നത്. കമിഴ്ന്ന് കിടക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കിടക്കാതിരിക്കുന്നതുമാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒരു പില്ലോവും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല സപ്പോർട്ടോടുകൂടെ കിടക്കാനൊക്കെ പറ്റും. അതേപോലെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇരിക്കാനുള്ളൊരു സംവിധാനവും കൂടെ ഉണ്ട്. നമുക്ക് പല പല പോസിലാക്കിയിട്ട് ഇത് വെക്കാനും പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ആഫ്റ്റർ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. ഇതേ ഒരു രീതിക്ക് നമുക്ക് ഇതിലേക്ക് ഇരിക്കാനും പറ്റും. അതേപോലെ നമുക്ക് അത് പൊന്തിച്ചിട്ട് കാല് നീട്ടി അങ്ങനെയും ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിന് കവറ് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ പൊതിഞ്ഞ് നമുക്ക് തുണി വെച്ചിട്ട് ചെയ്യാനും പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് വെയ്റ്റ്ലെസ്സും ആണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്രഗ്നൻസിയുള്ള ആളുകൾക്ക് തന്നെ അത് മാറ്റി വെക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ആവും. പിന്നെ ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് കുറച്ച് സ്പേസ് നമുക്ക് അത്യാവശ്യം വരും. കാരണം ഒരു പില്ലോ 2 പില്ലോ വെക്കുന്നതിനേക്കാളും ഒരാൾക്ക് നന്നായിട്ട് ഇപ്പം പ്രഗ്നൻസി ടൈം ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സ്പേസ് അധികം ആവുന്നേ ഉള്ളൂ. ഈ ഒരു യു ഷേപ്പ് പില്ലോ നമുക്ക് ഈ ഒരു രീതിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും ലെങ്ത്തൊക്കെയാണ് ഇതിന് കിട്ടുന്നത്. ഒരാൾക്ക് നന്നായിട്ട് കംഫർട്ടബിളായിട്ട് കിടക്കാനുള്ള ഒരു രീതിക്ക് ചെരിഞ്ഞ് കിടക്കാനും ഒക്കെ നമുക്ക് നല്ലതായിട്ട് ബാക്ക് സപ്പോർട്ടൊക്കെ കിട്ടും. അതേപോലെ ഇരുന്ന് ഇതേപോലെ നമുക്ക് ചെയ്യാനും പറ്റും. ഫീഡിംഗ് ഒക്കെ ആയിട്ടായാലും റീഡിങ് ആയാലും ഒക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും റിവ്യൂവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.